പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ, നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്നു മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, എല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു ഇൻഷാ അല്ലാഹ്. വേണ്ടവർ കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ. താല്പര്യമുണ്ടോ? എന്താ പെണ്ണുങ്ങളെ വേണോ? നിനക്ക് ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികെട്ട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ. ചിലപ്പോൾ നീ ഒറ്റ ആമീന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് സുബഹിക്ക് തന്നെ എഴുന്നേക്കണല്ലോ ഉസ്താദേ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ. ആരെങ്കിലും സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാഹിന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക. അൽഹംദുലില്ലാ. സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്തെത്തുന്നതിന് മുമ്പേ wuduവെടുക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wuduവെടുത്തു. ആരെങ്കിലും വഖ്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് wuduവെടുക്കുന്നവനുണ്ടെങ്കിൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, 3 എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറിയിരുന്ന അല്ലാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ കാര്യം, wuduവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറൂലല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ കയറൂലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ് കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ. അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4-ാമത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വിത്തർ നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി ഇങ്ങനെ റോഡിൽ നിന്നിട്ട്, പള്ളിയുടെ മുന്നിൽ നിന്നിട്ട്, എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിൻ്റെ അകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ. അല്ലാഹു അലല്ലേ. അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം. അപ്പോഴല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ദാരിദ്ര്യം വരും പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് ഞാൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരാ. രണ്ട് പെണ്ണുങ്ങളെ പഠിക്കാറ് സീരിയൽ നടിമാരെ പോലെയല്ല, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നീ എങ്ങനെയാകണേ പൊന്നുമോള്, നീ എങ്ങനെയാകണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പടന്നയിലെ പെണ്ണുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു. നിന്നെ കൊണ്ട് കഴിയുമോ പൊന്നുമോള്? ആകാശദൂത കണ്ടാ കരയുമെന്നെല്ലാവർക്കും അറിയാ. കരയാതെ ഏതെങ്കിലും ഒരു മനുഷ്യനാ സിനിമ കണ്ടു തീർത്താൽ അവന് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഞാൻ പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ? ഒരു ഭാര്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആ ഭാര്യയുടെ ചരിത്രം പടന്നയിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് കണ്ണ് നിറയാതെ മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? ഭർത്താവിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ, ഭർത്താവിനെ വല്ലാതെ ഹിദ്മത്ത് ചെയ്ത പെണ്ണാ. ഇന്ന് ഭർത്താവ് രോഗിയായി കഴിഞ്ഞ ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കണ്ടവന്റെ കൂടെ നാട് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ കുത്തുവാക്കും പരിഹാസവും പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അല്ലാഹുവേ, ആരുടെ ഭാര്യയാണെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. പടച്ചവരെ, ആ റഹ്മത്ത് ബീബി ആരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു കൊടുത്തത്. റബ്ബേ, ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. പടച്ചവനെ, അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി ആട്ടി ഓടിക്കുകയാ. 81 വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യൂബ് നബി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് റഹ്മത്തെന്ന് പറയുന്ന ഭാര്യ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. ആര് കൈയൊടിഞ്ഞാലും ഞാൻ കൂടെയുണ്ട് നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല നടക്കുകയാ. പെങ്ങള്, ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല. കാരണം വല്ലാത്ത ദുർഗന്ധമാണ്, നടക്കാൻ കഴിയുന്നില്ലോ. അയ്യൂബ് നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ. പടച്ചവനെ, റഹ്മത്ത് ബീബി ചെയ്തതെന്തെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹ്. എന്ന് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അതാ പറയുന്ന പെണ്ണേ, റഹ്മത്ത്, ഇനി
എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കാ റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, പെങ്ങളെ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാ, കൂടിപ്പോയാൽ 10 മാസമാണ്. എങ്കിൽ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂബ് നബിയെ ചുമന്നത് എത്ര കൊല്ലമാണെന്നറിയോ? അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയില്ല. അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ റഹ്മത്ത് ബീവി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, 18 കൊല്ലം ചുമന്നു. ഉമ്മ കളഞ്ഞിട്ട് പോയില്ല, മറന്നിട്ട് പോയില്ല. 18 വർഷക്കാലം അയ്യൂബ് നബിയെ ചുമന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടന്നയിലെ ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കു പെങ്ങള്. റഹ്മത്ത് ബീവിയുടെ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. രണ്ടാമതൊരു പെണ്ണിനെ പറയുന്നുണ്ട്. അല്ലാ, ഏത് പെണ്ണെന്നറിയോ? റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ളാഹി കരയുമായിരുന്നു പെങ്ങള്. ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹ്ദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹം എന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകനിരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ, ഊരി വിലക്കുമ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല. ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ലോ. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ. മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. മരണസമയം വരെ, എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് ചെന്നിട്ട് പച്ചില പറിച്ചതിന്റെ പെണ്ണാണ് ഖദീജ. കീഴിക്കടക്കാൻ കൂരയില്ലാതെ കിട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാട് ഖദീജ. മക്കൾ
മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീൽ എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ് യാ റസൂലല്ലാഹ്? ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ യാ റസൂലല്ലാഹ്? ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാരെ, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല, സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ പടന്നയിലെ പെങ്ങളെ? ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ. അതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചൊരുങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത്? എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു പ്രകാശമാണ് നബിയേ.
അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയിലെ ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് നബിയേ 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എനിക്ക് പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ളാഹ് കരയുകയാ. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹ് തേങ്ങി തേങ്ങി കരയുകയാണ്. ഖദീജ പോവുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പറയാനൊരു കുറ്റമില്ല, പറയാനൊരു ന്യൂനതയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ 25 വർഷത്തിന്റെ ഇടയിലോ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല ഖദീജ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു, നബിയേ എന്റെ ഭർത്താവാണല്ലോ, ഞാൻ പോവുകയാണ് നബിയേ. എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിച്ചു, ഖദീജ നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമോ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാ. 2 യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. 3ാമത്തെ അഭിലാഷം എന്തെന്നറിയോ? 6 അടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ് യാ റസൂലല്ലാഹ്. അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. പെങ്ങളെ, ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ. കഫൻ പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയെ കഫൻ പൊതിയുകയോ. അവസാനം നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ഉമ്മമാര്, നീ ഖദീജയെ പോലെ ആകണോ, നീ ഖദീജയെ പോലെ ആകണോ, നീ റഹ്മത്ത് ബീബിയെ പോലെ ആകണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാ
കാണാതെ കിടക്കല്ലേ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവോ. അതുകൊണ്ട് പെങ്ങളോ, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദമുള്ള ഒരു ജീവിതം വേണോ, പരസ്പരം മനസ്സിലാക്കി അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.